അഷ്കർ അലിയുണ്ട് വിശദാംശങ്ങളുമായി. അഷ്കർ, എത്ര മണിയോടുകൂടി PV അൻവർ തവനൂരിൽ എത്തിച്ചേരും? എന്താണ് വിശദാംശങ്ങൾ? തുളസി ഒരു 20 മിനിറ്റിനകം തന്നെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് PV അൻവറുമായുള്ള പോലീസ് സംഘം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ സാനിയയും അതിനോടൊപ്പം തന്നെ അവിടേക്ക് എത്തും. സ്വാഭാവികമായും PV അൻവർ അവിടെ എത്തുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. വലിയ പോലീസ് സുരക്ഷയോടെ തന്നെയാണ് PV അൻവറിനെ ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റാനായിരുന്നു പോലീസിൻ്റെ തീരുമാനം. അവിടെ വലിയ തോതിൽ പോലീസ് സന്നാഹവും സുരക്ഷയും ഒക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലാണ് പിന്നീട് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തത്. അൻവറിനെയും അതുപോലെ തന്നെ അൻവറിനൊപ്പം അറസ്റ്റിലായിട്ടുള്ള 4 DMK പ്രവർത്തകരെയും ഒരുമിച്ച് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് അവിടെ മഞ്ചേരിയിൽ നിന്ന് മാറ്റി തവനൂരിലേക്ക് പോലീസ് അൻവറുമായി പുറപ്പെട്ടത്. ഏകദേശം 12 മണിയോടെ തന്നെ PV അൻവറുമായുള്ള പോലീസ് സംഘം പുറപ്പെട്ടിരുന്നു. ഏകദേശം വലിയ ദൂരമുണ്ട് തവനൂരിലേക്ക്. അതുകൊണ്ട് തന്നെ 1:20 ആകും PV അൻവർ അവിടെ എത്താനാകുമെന്ന് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇന്നലെ വരെ വലിയ പ്രതീക്ഷ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്ന PV അൻവർ ഈ അർദ്ധരാത്രിയിൽ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷേ നേരത്തെ മുതൽ തന്നെ PV അൻവർ പലതവണ ആവർത്തിച്ചിരുന്ന ഒരു കാര്യം, തന്നെ ഈ സർക്കാർ അറസ്റ്റ് ചെയ്യും, തന്നെ ജയിലിലടയ്ക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ പല കേസുകൾ വന്നെങ്കിൽ പോലും ഒരു ഘട്ടത്തിലും PV അൻവറിന് നേരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത്തരമൊരു നയപരമായ തീരുമാനം സർക്കാർ എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് DFA ഓഫീസിൽ അതിക്രമിച്ച് കയറി അവിടെ PV അൻവറിനൊപ്പമുള്ള ആളുകൾ അവിടെയുള്ള ഉപകരണങ്ങൾ നശിപ്പിക്കുകയും അത് വലിയ തോതിൽ വാർത്തകൾ ഇടം പിടിക്കുകയും ചെയ്തതോടെ പോലീസിന് അതിൽ PDPP ഉൾപ്പെടെയുള്ള ആക്ടിൽ ഇടാൻ നിർബന്ധിതരായി എന്നതാണ് വസ്തുത. അത്തരം വകുപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ജാമ്യമില്ലാ വകുപ്പാണ്, കുറ്റമാണ്, അറസ്റ്റ് രേഖപ്പെടുത്താതെ പോലീസിന് മറ്റു നിവൃത്തിയുമില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുന്നത്. പക്ഷേ അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം പോലീസ് അത് അതീവ രഹസ്യമായി നടപ്പിലാക്കാനായിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി നിലമ്പൂരിലെത്തി ക്യാമ്പ് ചെയ്തിരുന്നു. നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. വൈകുന്നേരം 7:30 തന്നെ PV അൻവറിൻ്റെ അറസ്റ്റിന് വേണ്ടി നിലമ്പൂർ DYSP ബാലചന്ദ്രനും അതുപോലെ തന്നെ ഒപ്പമുള്ള നിലമ്പൂർ CI അടക്കമുള്ള ഉദ്യോഗസ്ഥരും അവിടെ എത്തിയെങ്കിലും സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരും അടക്കം അവിടെ എത്തിയെങ്കിൽ പോലും 6 ജീപ്പ് പോലീസ് ഉദ്യോഗസ്ഥരും ഒരു ബസ്സിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം അവിടെ എത്തിയെങ്കിൽ പോലും അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ 9:45 വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത്രയേറെ സമയം കാത്തിരിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ പിന്നീട് അത് ആ സമയത്തിനകം വലിയ ആൾക്കൂട്ടം അവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. അവരെ നിയന്ത്രിക്കേണ്ട സാഹചര്യം വന്നു. മാധ്യമങ്ങളെത്തി വലിയ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും പിടിച്ചു പറ്റുന്ന സാഹചര്യമുണ്ടായി. അവസാനം പോലീസിന് വീടിൻ്റെ അകത്ത് കയറി PV അൻവർ MLA പുറത്തേക്ക് വിളിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് അറസ്റ്റ് നടപടികൾ വൈകുകയും പിന്നീട് പോലീസ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായത്. പിന്നീട് നിലമ്പൂർ താലൂക്ക് ജില്ലാ ആശുപത്രിയിലാണെങ്കിലും നിലമ്പൂരിലെ മജിസ്ട്രേറ്റിൻ്റെ കോടതി മുറ്റത്താണെങ്കിലും എല്ലായിടത്തും വലിയ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതെല്ലാം തന്നെ വലിയ രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് ഈ വിഷയം എത്തി എന്നുള്ളതാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഉയർത്തിയിരുന്ന കാട്ടാനാക്രമണം എന്ന വിഷയം, അല്ലെങ്കിൽ വനനിയമം ഭേദഗതി എന്നുള്ള വിഷയം, അല്ലെങ്കിൽ അൻവറിന് ഉയർത്തുന്ന രാഷ്ട്രീയം, അതെല്ലാം വലിയ തോതിൽ പറയാനും പങ്കുവെക്കാനും ആളുകളിലേക്കും എത്താനുള്ള ഒരു അവസരവും വേദിയുമായി ഈ അറസ്റ്റ് മാറി. അതിനോടൊപ്പം തന്നെ അൻവർ നടത്തിയിരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് UDFിലേക്ക് ചേക്കാറാനടക്കം അൻവർ നടത്തിയിരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള ഒരു വഴിയായി, അതിലേക്കുള്ള ഒരു കവാടമായി കൂടി ഈ അൻവറിൻ്റെ അറസ്റ്റ് മാറി. അതിനുള്ള പ്രത്യക്ഷ തെളിവായിരുന്നു കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്ന പ്രതികരണം. ആദ്യഘട്ടത്തിൽ തന്നെ PV അൻവറിന് കോൺഗ്രസിലേക്ക്, അല്ലെങ്കിൽ PV അൻവറിൻ്റെ കൂട്ടർക്കും UDFിലേക്ക് ഒരു അവസരം നൽകണമെന്ന നിലപാടെടുത്തതിൽ പ്രധാനി രമേശ് ചെന്നിത്തലയും K സുധാകരനും അടക്കമുള്ള നേതാക്കന്മാരായിരുന്നു. അവർ ആദ്യം തന്നെ പരസ്യ പ്രതികരണമായി രംഗത്തെത്തിയും അൻവർ ഉന്നയിച്ച സമാന വാക്കുകളും ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ട് ഉൾപ്പെടെ ചുമത്തപ്പെട്ട PV അൻവർ MLA ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് PV അൻവറിനെയും ഒപ്പം അറസ്റ്റിലായ 4 പേരെയും മാറ്റുക. PV അൻവർ MLA അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ